ഡൽഹിയിൽ അന്തിമ പോരാട്ടം ഇന്ന് കലാശക്കൊട്ടിലേക്ക് കടക്കുകയാണ്. 1.5 മാസത്തെ പ്രചാരണം ശക്തമായി മുന്നോട്ടു പോയെങ്കിലും ഡൽഹി ആര് പിടിക്കുമെന്നുള്ള പ്രവചനങ്ങൾ പോലും അസാധ്യമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കൊണ്ടും കൊടുത്തും ആരോപണങ്ങൾ ഉയർത്തിയും പ്രതിരോധിച്ചുമാണ് BJPയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഡൽഹിയിൽ അരങ്ങുവാണത്. ഇവിടെ എടുത്തു കാണേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ സാന്നിധ്യം തന്നെയാണ്. രാഹുലും പ്രിയങ്കയും രാപ്പകൽ കോൺഗ്രസിന് വേണ്ടി പ്രചാരണം നയിച്ചപ്പോൾ BJPക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് ഡൽഹിയിൽ ഇറങ്ങിയത്. ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അരവിന്ദ് കെജ്രിവാളിനെ കേന്ദ്രീകരിച്ചാണ് നടന്നത്. കഴിഞ്ഞ 3 തവണയും അഴിമതി വിരുദ്ധ ഇമേജിലൂടെയാണ് AAP ഇറങ്ങിയതെങ്കിൽ ഇക്കുറി കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ ജയിലിലായതിന്റെ നാണക്കേട് AAPക്കുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുമ്പോൾ അവസാന ലാപ്പിൽ നേരിയ മുൻതൂക്കം പോലും ആർക്കും അവകാശപ്പെടാനാകില്ല. ഈ ബുധനാഴ്ചയാണ് 70 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. ഭരണ തുടർച്ചയ്ക്ക് ആം ആദ്മി പാർട്ടി ശ്രമിക്കുമ്പോൾ ഒരു അട്ടിമറിയാണ് കോൺഗ്രസും BJPയും ലക്ഷ്യമിടുന്നത്. ആം ആദ്മിയും കോൺഗ്രസും BJPയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് ഡൽഹിയിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ അണിനിരന്ന തീവ്ര പ്രചാരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതും. എന്നാൽ മുൻപത്തെ തിരഞ്ഞെടുപ്പുകൾ പോലെ എളുപ്പമാകില്ല ആം ആദ്മിക്ക് ഇത്തവണത്തേത് എന്നത് ഉറപ്പായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം 8 ആം ആദ്മി MLA മാർ പാർട്ടി വിട്ട് BJPയിലേക്ക് പോയത് പാർട്ടിക്ക് വലിയ ക്ഷീണവും ഉണ്ടായിരുന്നു. ഇന്ത്യ സഖ്യകക്ഷികളായ കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് കൂടിയാണ് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിലെ മുഖ്യ ആൾ എന്ന നിലയിൽ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചതടക്കം നിരവധി സംഭവങ്ങൾ പ്രചാരണത്തിനിടെയുണ്ടായിരുന്നു. യമുന നദി വിവാദം തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ BJPയും ആം ആദ്മിക്ക് നേരെ ഉയർത്തിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് BJP ഇറങ്ങുന്നത്. ഇൻകം ടാക്സ് സ്ലാബിലെ കണക്കുകളിൽ 1 ലക്ഷം വരെ മാസ ശമ്പളം മേടിക്കുന്നവർക്ക് നികുതി ഭയക്കേണ്ടതില്ലാത്ത നാളുകളിലേക്ക് എത്തിയത് രാജ്യ തലസ്ഥാനത്ത് BJPയെ തുണക്കുമോ എന്ന ചോദ്യത്തിന് ഫെബ്രുവരി 8 വോട്ടെണ്ണൽ ദിനം ഉത്തരം നൽകും. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി തീർത്ത അഴിമതി വിരുദ്ധ തട്ടകം ഇളക്കി മറിക്കാൻ മദ്യനയ കുംഭകോണ കേസിലൂടെ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം മധ്യവർഗ പിന്തുണ നേടുന്നതിനായി കെജ്രിവാളിന്റെ ശീഷ് മഹൽ വിവാദം ഉയർത്തിയും BJP കളം പിടിക്കാൻ ശ്രമിച്ചിരുന്നു. ഡൽഹി പിടിക്കാൻ കോടികളുടെ വരുമാനം വേണ്ടെന്ന് BJP വെക്കുമ്പോൾ തന്നെ എത്രമാത്രം പ്രാധാന്യം അവർ രാജ്യ തലസ്ഥാനത്ത് നിന്ന് നൽകുന്നു എന്നത് വ്യക്തമാണ്. അതേസമയം ഇത്തരം തട്ടിപ്പുകളിലൂടെ ഡൽഹി പിടിക്കാമെന്ന BJP മോഹം പാഴാകുമെന്നാണ് കോൺഗ്രസും AAPയും മുന്നറിയിപ്പ് നൽകുന്നത്. 27 വർഷത്തെ ചരിത്രം തിരുത്തി രാജ്യ തലസ്ഥാനം കൈപ്പിടിയിലാക്കുമെന്നും BJPയും ഉറപ്പിക്കുന്നുണ്ട്.